ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള മോഡ്യൂളിൽ നിന്നുള്ള ഭാഗമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചാനലിൽ തന്നെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി വർക്ക് സൂപ്പറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേ ലിസ്റ്റിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ ചിലപ്പോൾ നമ്മളിതൊരു ഓർഡറിലായിരിക്കത്തില്ല വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേ ലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിലാണ് അതിലിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഫെറസ് മെറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ പറയാം, നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, അയൺ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെറ്റൽ. ഓക്കെ, മോസ്റ്റ് പോപ്പുലർ മെറ്റൽ ഏതാണ്? അയൺ ആണ്. ഓക്കെ, അയൺ എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ 4.6% എന്താണ്? അയണാണ് വരുന്നത്. എർത്ത് ക്രസ്റ്റിൽ 4.6% എന്താണ്? അയണാണ്. ഇനി ലാറ്റിനിൽ നമ്മൾ അയണിനെ വിളിക്കുന്ന പേര് ഫെറം എന്നാണ്. ഇതിൻ്റെ അയണിൻ്റെ കെമിക്കൽ ഫോം എന്താണ്? Fe എന്നാണ് നമ്മളെപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. കെമിക്കൽ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ Fe. അപ്പോൾ ലാറ്റിനിൽ അയണിനെ വിളിക്കുന്ന പേരെന്താണ്? ഫെറം എന്നാണ്. ആൻഡ് അതിൻ്റെ കെമിക്കൽ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് Fe. ഓക്കെ, നമുക്ക് മെറ്റൽസിനെ സ്റ്റഡി ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ മെറ്റൽസിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫെറസ് മെറ്റൽസ്. എന്താണ്? ഫെറസ് മെറ്റൽസും രണ്ടാമത്തത് നോൺ ഫെറസ് മെറ്റൽസ് എന്നുമാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ ഫെറസ് മെറ്റൽസ്? ഫെറസ് മെറ്റൽസിൽ മെയിൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് അയൺ ആയിരിക്കും. അപ്പോൾ മെയിൻ കോൺസ്റ്റൻറ്റ് ഏതാണ് ഫെറസ് മെറ്റൽസിൽ? ഇറ്റ് ഈസ് അയൺ. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഫെറസ് മെറ്റൽസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അയണിലുള്ള അപ്പോൾ മെയിൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫെറസ് മെറ്റൽസിനകത്ത് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട മെറ്റൽസ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് കാസ്റ്റ് അയൺ, ദെൻ റോട്ട് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പോൾ ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത് ഫെറസ് മെറ്റൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നോൺ ഫെറസ് മെറ്റൽസിലാണെങ്കിൽ മെയിൻ കോൺസ്റ്റൻറ്റ് എന്തല്ല? അയൺ അല്ല. അയൺ അല്ല മെയിൻ കോൺസ്റ്റൻറ്റ് അല്ലാത്ത എല്ലാ മെറ്റൽസും എന്താണ്? നോൺ ഫെറസ് മെറ്റൽസ് ആണ്. ഓക്കെ, നോൺ ഫെറസ് മെറ്റൽസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അലുമിനിയം, കോപ്പർ എക്സെട്ര ഹാവ് ലിമിറ്റഡ് യൂസ് ഓഫ് എഞ്ചിനീയറിംഗ് പർപ്പസ്. അപ്പോൾ നോൺ ഫെറസ് മെറ്റൽസിന് എന്താണ്? ലിമിറ്റഡ് യൂസ് ഫോർ എഞ്ചിനീയറിംഗ് പർപ്പസ്. എഞ്ചിനീയറിംഗ് പർപ്പസിന് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഫെറസ് മെറ്റൽസ് ആണ്. അതിൽ മെയിൻ കോൺസ്റ്റൻറ്റ് ഏതാണ്? അയൺ ആണ്. അയൺ മെയിൻ കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ ഫെറസ് മെറ്റൽസ് എന്ന് വിളിക്കും. ഇനി അതിനകത്ത് വരുന്നതാണ് കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീലൊക്കെ. ഇനി നോൺ ഫെറസ് മെറ്റൽസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അലുമിനിയവും കോപ്പറും. ഓക്കെ അല്ലേ? അയ്യേ, നമ്മൾ ഫെറസ് മെറ്റൽസിനെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അയൺ ആണ് മെയിൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? അയൺ ഓർസിനെ പറ്റി പഠിക്കണം അല്ലേ. അയണിൻ്റെ ഓറുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അയൺ ഓർസ്. അയൺ ഓർ എന്ന് പറഞ്ഞാൽ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ മേ ബി ഡിഫൈൻഡ് ആസ് എ സോളിഡ് നാച്ചുറലി ഒക്കറിങ് മിനറൽ അഗ്രിഗേറ്റ്. അപ്പോൾ ഓർ എന്ന് എന്താണ്? സോളിഡ് ആണ്. പിന്നെ എന്താണ്? നാച്ചുറലി ഒക്കറിങ് ആണ്. ഓക്കെ, നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു സോളിഡ് ആണ്. മിനറൽ അഗ്രിഗേറ്റ്, അതായത് കുറേ മിനറൽസിനെ അഗ്രിഗേറ്റ് ചെയ്തിരിപ്പുണ്ട് അല്ലേ. ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഫ്രം വിച്ച് വൺ ഓർ മോർ വാല്യുബിൾ കോൺസ്റ്റൻസ് മേ ബി റിക്കവേർഡ് ബൈ സെർട്ടൺ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഓറെന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് നാച്ചുറലി ഒക്കറിങ് മിനറൽ അഗ്രിഗേറ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പല വാല്യുബിൾ ആയിട്ടുള്ള കോൺസ്റ്റൻസിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സോളിഡ് ഫോമിനെയാണ് നമ്മൾ ഓർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയൺ ഓർസ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അയൺ ഓർസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഓഫ് എന്തായിരിക്കും? അയണിൻ്റെയും പിന്നെ മറ്റ് നോൺ മെറ്റാലിക് എലമെൻസിൻ്റെയും ഒരു എന്താണ് ഒരു കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞാൽ അയൺ ഓർ. അപ്പോൾ അയൺ ഓർ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഓഫ് അയൺ വിത്ത് നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് ആൻഡ് ദേ കണ്ടെയ്ൻ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് വരും. ഓക്കെ, എന്ത് വരും? അയൺ ഓർസിനകത്ത് എന്തുണ്ട്? ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർബൺ, മാംഗനീസ്, ഫോസ്ഫറസ്, സിലിക്കൺ ആൻഡ് സൾഫർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓർ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് നാച്ചുറലി ഓക്കറിങ് മിനറൽ അഗ്രിഗേറ്റ് ആണ്. നമുക്ക് അതിൽ നിന്നും വാല്യുബിൾ ആയിട്ടുള്ള പല കോമ്പൗണ്ട്സും വേർതിരിച്ചെടുക്കാം. അപ്പോൾ അയൺ ഓർ എന്ന് പറഞ്ഞാൽ അയണിൻ്റെയും പിന്നെ മറ്റ് നോൺ മെറ്റാലിക് എലമെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് അയൺ ഓർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസും കൂടെ ഉണ്ട്. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? കാർബൺ, മാംഗനീസ്, ഫോസ്ഫറസ്, സിലിക്കൺ, സൾഫർ. ഓക്കെ, ഇനി
ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് അയൺ ഓർസ് ആണ് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അയൺ ഓറുകൾ ഏതൊക്കെയാണ് എന്താണ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് അയൺ ഓർസിനെ പറ്റി പഠിക്കണം. ഓക്കെ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ്. ഏതാണ്? ഹേമറ്റൈറ്റ്. ഓക്കെ, അപ്പോൾ അയണിൻ്റെ ഒരു ഓറാണ് എന്തെന്ന് പറയുന്നത് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് റെഡ് ഓക്സൈഡ് ഓഫ് അയൺ. എന്താണ്? റെഡ് ഓക്സൈഡ് ഓഫ് അയൺ. അയണിൻ്റെ റെഡ് ഓക്സൈഡാണ് ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് Fe2O3 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് ഓക്സൈഡ് ഓഫ് അയൺ ആണ്. കെമിക്കൽ കോമ്പോസിഷൻ Fe2O3. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിച്ച് അയൺ ഓർ. ഓക്കെ, ഇതെന്ന് പറയുന്നത് അയൺ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? റിച്ച് അയൺ ഓർ എന്ന് പറയും. അപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റേജ് അയൺ ഉണ്ടെന്ന് പറഞ്ഞാൽ 65 to 70% എന്തുണ്ട്? അയൺ ഉണ്ട്. വെൻ ഇറ്റ് ഈസ് ഇൻ പ്യൂർ സ്റ്റേറ്റ്. പ്യൂർ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഇതിൽ എത്രയുണ്ട്? 65 to 70% അയൺ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 4.50 to 5.30 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇനി ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് അയൺ ബ്ലാക്ക് കളർ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്രേ കളറാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഓർ എവിടെയൊക്കെയാണ് അവൈലബിൾ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. എവിടെയാണ്? അറ്റ് മൈസൂറിൽ അവൈലബിൾ ആണ് ആൻഡ് മധ്യപ്രദേശ്. ഓക്കെ, അതർ കൺട്രീസ് സജസ് ഇംഗ്ലണ്ട്. എവിടെ? ഇംഗ്ലണ്ട്, പിന്നെ USA, ജർമ്മനി ആൻഡ് ഫ്രാൻസ്. ഇവിടെ എല്ലാം ഈ ഒരു ഹേമറ്റൈറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് അയൺ ഓറാണ് പറഞ്ഞത്. അപ്പോൾ അയൺ ഓർസിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹേമറ്റൈറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ റെഡ് ഓക്സൈഡ് ഓഫ് അയൺ ആണ്. Fe2O3 എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല പറയുന്നത്. ഇറ്റ് ഈസ് എ റിച്ച് അയൺ ഓർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 65 to 70% അയൺ വെൻ ഇറ്റ് ഈസ് ഇൻ പ്യൂർ സ്റ്റേറ്റ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് 4.5 to 5.3 ആണ്. കളർ അയൺ ബ്ലാക്ക് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്രേ കളറാണ്. ഇന്ത്യയിൽ മൈസൂരും മധ്യപ്രദേശുമാണ് ഉള്ളത്. പിന്നെ മറ്റ് കൺട്രീസ് ഇംഗ്ലണ്ട്, USA, ജർമ്മനി, ഫ്രാൻസിലൊക്കെ ഇത് കാണപ്പെടാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഓർ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. രണ്ടാമത് വരുന്നത് ലിമോണൈറ്റ്. എന്താണ്? ലിമോണൈറ്റ്. ഓക്കെ, ലിമോണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രൗൺ ഹേമറ്റൈറ്റ്. എന്താണ്? ബ്രൗൺ ഹേമറ്റൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമോണൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് 2Fe2O3 3H2O. ഇതാണ് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ. ഇതിൽ ഏതാണ്ട് 60% ആണ് എന്ത് വരുന്നത്? അയൺ വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.6 മുതൽ 4 വരെ വേരി ചെയ്യും. ഇതിൻ്റെ കളർ എന്ത് കളറാണ്? നമ്മൾ പറഞ്ഞ ബ്രൗൺ ഹേമറ്റൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുമായിരിക്കും? ബ്രൗൺ ഉണ്ട്, യെല്ലോയിഷ്. എന്താണ്? യെല്ലോയിഷ് ബ്രൗൺ ഓർ യെല്ലോ കളറാണ് ഇതിന് വരുന്നത്. ഈ ഓറെന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയാണ് ഇത് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ജംഷഡ്പൂർ. എവിടെയാണ്? ജംഷഡ്പൂരിലാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. പിന്നെ മറ്റ് കൺട്രീസായ ഇംഗ്ലണ്ട് അതുപോലെ തന്നെ സ്പെയിനിലും ഇത് കാണപ്പെടാറുണ്ട്. അപ്പോൾ ലിമണൈറ്റ് ആണ് നമ്മൾ പറഞ്ഞ അടുത്ത ഒരു ഓർ എന്ന് പറയുന്നത് അല്ലേ. ലിമണൈറ്റ് എന്തുവാണ്? അതെന്ന് പറഞ്ഞാൽ ബ്രൗൺ ഹേമറ്റൈറ്റ് ആണ്. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വന്ന് 2Fe2O3 3H2O. ഇതിൽ എന്താണ്? 60% അയൺ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത് 3.6 മുതൽ 4 വരെ. കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ, യെല്ലോയിഷ് ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ കളറ്. പിന്നെ ഇന്ത്യയിൽ ജംഷഡ്പൂരിൽ കാണപ്പെടും. പിന്നെ ഇംഗ്ലണ്ടിലും സ്പെയിനിലും കൂടി ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മുടെ അയൺ ഓറെന്ന് പറയുന്നത് മൂന്നാമത്തെന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്. ഏതാണ്? മാഗ്നറ്റൈറ്റ്. ഓക്കെ, അപ്പം മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്താണ്? ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ ആണ്. എന്താണ്? ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ. നമ്മുടെ റെഡ് ഓക്സൈഡ് ഓഫ് അയൺ ഏതായിരുന്നു? ഹേമറ്റൈറ്റ് ആയിരുന്നു. ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് Fe3O4. ഏതാണ്? Fe3O4 ആണ് ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ. ഇതെന്ന് പറയുന്നതാണ് റിച്ചസ്റ്റ് അയൺ ഓർ ആണ്. എന്താണ്? റിച്ചസ്റ്റ് അയൺ ഓർ. അതായത് റിച്ച് അയൺ ഓർ ഏതായിരുന്നു? ഹേമറ്റൈറ്റ് ആയിരുന്നു. റിച്ചസ്റ്റ് അയൺ ഓർ ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ്.
അതായത് ഇതിൽ 70-73% എന്താണ്, അയണാണ്. മാഗ്നറ്റൈറ്റിൽ 70-73% അയണാണ്. വെൻ ഇറ്റ് ഈസ് ഇൻ പ്യൂർ സ്റ്റേറ്റിലായിരിക്കുമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 4.9 മുതൽ 5.2 വരെ വേരി ചെയ്യും. ഇതിൻ്റെ കളറ് നമ്മൾ പറഞ്ഞ് ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കളർ എന്ത് കളറാണ്? ബ്ലാക്ക് കളറാണ്. ദിസ് ഓർ ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യ അറ്റ് മദ്രാസ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യയിൽ മദ്രാസിലാണ് മാഗ്നറ്റൈറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് യൂസ് ഓഫ്. എന്താണ്, മദ്രാസിൽ ഇത് കൂടുതൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ നിയർ ബൈ ലൊക്കാലിറ്റിയിലൊന്നും എന്തില്ല, കോൾ ഫീൽഡ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ മദ്രാസിലുള്ള മാഗ്നറ്റൈറ്റ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ മറ്റ് കൺട്രീസ് ആയിട്ടുള്ള സ്വീഡൻ, എവിടെയാണ്? സ്വീഡൻ, പിന്നെ റഷ്യ, കാനഡ, അയർലൻഡ്, നോർവേ ആൻഡ് USA, ഇവിടെയൊക്കെയാണ് ഇതെന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് മാഗ്നറ്റൈറ്റ് കാണപ്പെടുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്ന ഓർ എന്ന് പറയുന്നത് അയൺ ഓർ. നാലാമത്തെ നമ്മൾ പഠിക്കാനുള്ള അയൺ ഓർ ഏതാണ്? നാലാമത്തേതെന്ന് പറയുന്നത് പൈറൈറ്റ്. ഏതാണ്? പൈറൈറ്റ്. അപ്പോൾ പൈറൈറ്റ് എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓഫ് അയൺ. എന്താണ്? സൾഫൈഡ് ഓഫ് അയൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൈറൈറ്റ് ആണ്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് FeS2 എന്നാണ്. ഇതിൻ്റെ മാക്സിമം അയൺ കണ്ടന്റ് എന്ന് പറയുന്നത് 45-47% ആണ് അയൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 4.8 മുതൽ 5.1 വരെ വേരി ചെയ്യാം. ഇതിൻ്റെ കളർ വരുന്നത് ബ്രോൺസ് യെല്ലോ. എന്താണ്? ബ്രോൺസ് യെല്ലോ കളറ്, അല്ലാന്നുണ്ടെങ്കിൽ പെയിൽ ബ്രാസ് യെല്ലോ കളറാണ് എന്ത് വരുന്നത്, ഇതിൻ്റെ കളർ വരുന്നത്. ഇത് എന്താണ്, മിക്കവാറും വേൾഡിൻ്റെ എല്ലാ പാർട്ടിലും ഇത് കുറച്ചധികം വ്യാപിച്ച് കിടപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ ഹയർ പെർസെൻറ്റേജ് ഓഫ് പൈറൈറ്റും അവൈലബിൾ, പൈറൈറ്റ് ഓഫ് സൾഫർ ഇൻ ദിസ് എന്താണ്, ഹയർ പെർസെൻറ്റേജ് ഓഫ് സൾഫർ ഇൻ ദിസ് ഓർ മേക്സ് ദ റിസൾട്ടിങ് അയൺ ബ്രിട്ടിൽ. ഓക്കെ, ഇതിലെന്തുണ്ട്? ഹൈ പെർസെൻറ്റേജ് എന്തുണ്ട്? സൾഫർ ഉണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞ എന്താണ്? സൾഫൈഡ് ഓഫ് അയൺ ആണ്. അപ്പോൾ സൾഫർ ഇതിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? അയൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസൻസ് കാരണം ബ്രിട്ടിലാവും. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് അഡോപ്റ്റഡ് ഇൻ മാനുഫാക്ചർ ഓഫ് അയൺ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യില്ല, മാനുഫാക്ചറിങ്ങിന് നമ്മൾ അയണിൻ്റെ മാനുഫാക്ചറിങ്ങിന് പൈറൈറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ പൈറൈറ്റിൽ എന്തൊക്കെ പഠിച്ചു? സൾഫൈഡ് ഓഫ് അയൺ എന്നറിയപ്പെടുന്ന പൈറൈറ്റ് ആണ്. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ FeS2. ഇതിൻ്റെ അയണിൻ്റെ പെർസെൻറ്റേജ് ഇതിന് 45-47% ആണ് അയൺ ഉള്ളത്. ബാക്കി എന്താണ്? സൾഫറാണ്. അതുകൊണ്ട് സൾഫറിൻ്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ അയൺ ഇതുവഴി ഉണ്ടാക്കുന്ന അയൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്രിട്ടിലായിരിക്കും. അതുകൊണ്ട് നമ്മളിതധികം യൂസ് ചെയ്യാറില്ല. സ്പെസിഫിക് ഗ്രാവിറ്റി 4.8 മുതൽ 5.10 വരെ വേരി ചെയ്യാം. ബ്രോൺസ് യെല്ലോ അല്ലെങ്കിൽ പെയിൽ ബ്രാസ് യെല്ലോ കളറാണ് ഇതിനായിട്ട് ഉള്ളത്. ഇനി ലാസ്റ്റ് ഓർ അയൺ ഓർസിൽ, മെയിനായിട്ടുള്ള അയൺ ഓർസിൽ നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് സിഡറൈറ്റ്. ഏതാണ്? സിഡറൈറ്റ്. അപ്പോൾ സിഡറൈറ്റ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ഓഫ് അയൺ. എന്താണ്? കാർബണേറ്റ് ഓഫ് അയണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിഡറൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് FeCO3, കാർബണേറ്റ് ഓഫ് അയൺ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഫാത്തിക് അയൺ. എന്താണ്? സ്ഫാത്തിക് അയൺ ഓർ. ഓക്കെ, എന്താണ്? സ്ഫാത്തിക് അയൺ ഓർ എന്ന് നമ്മൾ ഈ സിഡറൈറ്റിനെ വിളിക്കാറുണ്ട്. ഇതിൽ മാക്സിമം 40% ആണ് എന്ത് വരുന്നത്? അയൺ കണ്ടൻറ്റ് വരുന്നത്. മാക്സിമം എത്ര അയൺ കണ്ടൻറ്റ് വരും? 40%. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 3.7 to 3.9 ആണ്. ഇതിൻ്റെ കളറ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെയിൽ യെല്ലോ കളറ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗണിഷ് റെഡ് കളറിൽ കാണപ്പെടാം. ബ്രൗണിഷ് റെഡ് ഓർ ബ്രൗണിഷ് ബ്ലാക്ക്. ഓക്കെ, ഈ കളറിലെല്ലാം ഇതെന്താണ്? കാണപ്പെടാറുണ്ട്. ഇന്ത്യയിൽ റാണിഗഞ്ച്, എവിടെയാണ്? റാണിഗഞ്ച്, പിന്നെ ബംഗാൾ. അപ്പോൾ ബംഗാളിലെ റാണിഗഞ്ചിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്. പിന്നെ മറ്റ് കൺട്രീസായ ഇംഗ്ലണ്ട്,
അതുപോലെ തന്നെ റഷ്യയിലും ഇത് കാണപ്പെടാറുണ്ട്. അപ്പോൾ സിഡറൈറ്റ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ഓഫ് അയൺ. നമ്മൾ ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂസ് ഒന്നും പഠിച്ചില്ലെങ്കിലും എല്ലാത്തിലും നമ്മൾ പറഞ്ഞ ഈ കാർബണേറ്റ് ഓഫ് അയൺ എന്ന് പറയുന്ന ഏതാണ്, സിഡറൈറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നിങ്ങൾ ഇതിൽ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. റെഡ് ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഹാമറ്റൈറ്റ് ആണ്. ബ്രൗൺ ഹാമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ലിമണൈറ്റ് ആണ്. ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈറ്റ് ആണ്. സൾഫൈഡ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ പൈറൈറ്റ് ആണ്. കാർബണേറ്റ് ഓഫ് അയൺ എന്ന് പറയുന്നത് സിഡറൈറ്റ് ആണ്. ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക. പിന്നെ അതിലെല്ലാത്തിലുള്ള അയണിൻ്റെ പെർസെൻറ്റേജ്, ഈ രണ്ടാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ അയണിൻ്റെ ഓഴ്സ് പഠിച്ചല്ലേ. ഇനി നമുക്ക് നോക്കുകയാണ് എന്താണ് പിഗ് അയൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിഗ് അയൺ എന്ന് പറഞ്ഞാൽ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിൽ തിരിച്ചും മരിച്ചുമൊക്കെ ചോദിക്കുക, എന്താണ് പിഗ് അയൺ, എന്താണ് റോട്ട് അയൺ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്താണ് പിഗ് അയൺ എന്നാണ് നോക്കേണ്ടത്. അതായത് പിഗ് അയൺ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഇംപ്യൂർ അയൺ. എന്താണ് ക്രൂഡ് ഇംപ്യൂർ അയൺ വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം അയൺ ഓർ ഈസ് നോൺ ആസ് പിഗ് അയൺ. അപ്പോൾ പിഗ് അയൺ ഈ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പിഗ് അയൺ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഇംപ്യൂർ അയൺ വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം അയൺ ഓർ. അയൺ ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ക്രൂഡ് ഇംപ്യൂർ അയണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പിഗ് അയൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പിഗ് അയൺ വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാസ്റ്റ് അയൺ, റോട്ട് അയൺ ഇതെല്ലാം ഉണ്ടാക്കുന്ന ബേസിക് മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചാൽ പിഗ് അയൺ ആണ്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചർ ഓഫ് പിഗ് അയൺ നമ്മൾ അറിഞ്ഞിരിക്കാം. നമുക്ക് ശരിക്കും അപ്പോൾ മാനുഫാക്ചർ ഓഫ് പിഗ് അയൺ. മാനുഫാക്ചർ വരുമ്പോഴത്തേക്കും 3 ഡിസ്റ്റിങ്ക്റ്റ് ഓപ്പറേഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡ്രസ്സിങ്. രണ്ടാമതെന്ന് പറയുന്നത് കാൽസിനേഷനും റോസ്റ്റിങ്ങിനും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമതൊരു ഓപ്പറേഷൻ വരുന്നത് സ്മെൽറ്റിങ്. ഓക്കെ, ഇത്രയും 3 ഓപ്പറേഷനാണ് പിഗ് അയണിൻ്റെ മാനുഫാക്ചറിങ്ങിനകത്ത് വരുന്നത്. അതിൽ ഫസ്റ്റ് ഡ്രസ്സിങ് പറയുവാണെങ്കിൽ നമ്മൾ ഈ അയൺ ഓഴ്സ്, മൈൻസിൽ നിന്നും കിട്ടുന്ന അയൺ ഓഴ്സിന് നമ്മൾ ആദ്യം നന്നായിട്ട് ക്രഷ് ചെയ്യുമ്പോഴത്തേക്കും crushed into pieces of size 25 mm diameter. 25 mm ഡയ വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ അയൺ ഓഴ്സിനെ നമ്മൾ ക്രഷ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം? ഇൻ റോക്ക് ക്രഷേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ക്രഷ് ചെയ്യുന്നത്. എന്തിലാണ്? റോക്ക് ക്രഷേഴ്സ്. ഓക്കെ, റോക്ക് ക്രഷേഴ്സിൽ നമ്മൾ ക്രഷ് ചെയ്ത് 25 mm താഴെയാക്കി. ഓക്കെ, അപ്പോൾ ക്രഷിങ് ഓഫ് ഓഴ്സ് ഹെൽപ്സ് ഇൻ 2 ways. ക്രഷിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ കഴിയും. ഒന്നെന്ന് പറഞ്ഞാൽ യൂണിഫോം സൈസിലുള്ള ഓർ പാർട്ടിക്കിൾസ് കിട്ടുക. ഓർ പാർട്ടിക്കിൾസ് ഓഫ് യൂണിഫോം സൈസ് ആർ ഒബ്റ്റൈൻഡ്. ഓക്കെ, യൂണിഫോം സൈസിലുള്ള ഓർ പാർട്ടിക്കിൾസ് കിട്ടും. അതുപോലെ തന്നെ റെഡ്യൂസിങ് ഗ്യാസസ് പെനട്രേറ്റ് ദ ഓസ് ഇൻ ബെറ്റർ വേ. ഓക്കെ, നമ്മൾ ഈ ഇതിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, റെഡ്യൂസിങ് ഗ്യാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ ഇതിൽ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്യാൻ സഹായിക്കും. എന്ത് ചെയ്താൽ? ക്രഷ് ചെയ്തെടുത്താൽ. അപ്പോൾ ഡ്രസ്സിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഡ്രസ്സിങ്ങിൽ എന്ത് ചെയ്തു, നമ്മൾ മൈൻസിൽ നിന്നും കിട്ടിയ അയൺ ഓഴ്സിനെ ക്രഷ് ചെയ്തു ടു എ സൈസ് ലെസ് ദാൻ 25 mm diameter. റോക്ക് ക്രഷേഴ്സിലാണ് ക്രഷ് ചെയ്യുന്നത്. ക്രഷ് ചെയ്യുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഓർ പാർട്ടിക്കിൾസ് ഓഫ് യൂണിഫോം സൈസ് ആർ ഒബ്റ്റൈൻഡ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് റെഡ്യൂസിങ് ഗ്യാസസിന് ഈസി ആയിട്ട് പെനട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ഓറിൽ ക്ലേ, ലോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും എർത്തി മാറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വാഷ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, പെർഫറേറ്റഡ് ട്രേസിൽ അതിനെ കീപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് പെബിൾസും സാൻഡും എല്ലാം റിമൂവ് ചെയ്യുക. പിന്നെ ഡ്രൈ കണ്ടീഷനിലാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാൻറ്റിസ് സെപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, എന്തിനാണ്? ടു റിമൂവ് ദ ഇമ്പ്യൂരിറ്റീസ് കണ്ടെയ്ൻഡ് ഇൻ ദ അയൺ ഓർ. അത്രയാണ് ഡ്രസ്സിങ്ങിനകത്ത് വരുന്നത്. അടുത്ത് വരുന്നത് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് ആണ് അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെന്താണ് പറയുന്നത്, നമ്മളിപ്പോൾ അയണിനെ എന്ത് ചെയ്തു, ഡ്രസ്സ് ചെയ്തു. നമ്മൾ അതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് മീൻസ് ഡ്രസ്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം, കാൽസൈൻ ചെയ്യണം ആൻഡ് റോസ്റ്റഡ്. ഓക്കെ, അപ്പോൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓറിനെ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഓറിനെ എന്ത് ചെയ്യും, ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ഹീറ്റ് ചെയ്യാം. അങ്ങനെ അതിനെ എന്ത് ചെയ്യാം, ഓക്സിഡൈസ് ചെയ്യിക്കുന്നു. അതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യും, എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്തിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് ഈ അയൺ ഓറിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈ റോസ്റ്റിംഗ് നടക്കുന്നു പറഞ്ഞാൽ
മേക്കിംഗ് ദ ഓർസ് ഹോട്ട് ആൻഡ് വെരി ഡ്രൈ. ഓക്കെ, റോസ്റ്റിങ്ങിൽ എന്ത് ചെയ്യും, ഈ ഓറിനെ ഭയങ്കര ഹോട്ടും ഡ്രൈയും ആക്കും. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ടു ഡിസിപ്പേറ്റ് ദ വോളറ്റൈൽ പാർട്സ്. വോളറ്റൈൽ പാർട്സിനെ ഡിസിപ്പേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോസ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് സൾഫർ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറയാം. ഹെൻസ് റോസ്റ്റിംഗ് വിൽ നോട്ട് ബി നെസസറി ഇഫ് ഓർ ഈസ് ആൻ ഓക്സൈഡ്. അപ്പോൾ ഓർ എന്ന് പറയുന്നത് ഒരു ഓക്സൈഡ് ആണെങ്കിൽ നമുക്ക് റോസ്റ്റിംഗ് ആവശ്യമില്ല. ഓക്സൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റോസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ റോസ്റ്റിംഗ് ചെയ്യുന്ന എന്തിനാണ്, ആ ഓറിനെ ഹോട്ടും വെരി ഡ്രൈയും ആയിട്ട് മേക്ക് ചെയ്യാനാണ്. എന്തിനാണ്, വോളറ്റൈൽ പാർട്സിനെ ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അതായത് സൾഫർ പോലുള്ള വോളറ്റൈൽ പാർട്സിനെ ഡിസിപ്പേറ്റ് ചെയ്യാനാണ് നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഹെൻസ് റോസ്റ്റിംഗ് വിൽ നോട്ട് ബി നെസസറി ഇഫ് ഓർ ഈസ് ആൻ ഓക്സൈഡ്. ഇനി ലാസ്റ്റ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സ്മെൽറ്റിംഗ് ആണ്. ഓക്കെ, അത് ഇത്തിരി കുറച്ചധികം പറയാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.